അപ്പൊ ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മുടെ മിൽക്കി മെഷീനിൽ റേറ്റ് വ്യത്യാസം വരുന്നത് കേട്ടു. അതെ അതെ, നമുക്കൊരു പുതിയതായിട്ട് ഒരു ചെറുകിട കർഷകർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മെഷീൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതിനിപ്പോ എന്താ റേറ്റ് തന്നെ? ഇതിന്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് ടാക്സ് 16,500 ആണ്. ഓ, ഇൻക്ലൂഡിംഗ് ടാക്സ് വരുന്നത് 16,500 ഈ ഒരു ബക്കറ്റ് ഉൾപ്പെടെ എല്ലാം കിട്ടുന്നത് അല്ലേ? അതെ അതെ, ഇതിന്റെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് 100 LPM കംപ്രസർ ആണ് വരുന്നത്. ഓക്കെ, 1/2 HP മോട്ടർ വരും. ഇതിന് തന്നെ വോക്കൺ ടാങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ 25 ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 25 ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബക്കറ്റ്, പിന്നെ 1/2 HP മോട്ടർ, പിന്നെ വാക്യൂം ടാങ്ക് എല്ലാം ഉൾപ്പെടെ ടാക്സ് ഉൾപ്പെടെ വരുന്നത് 16,500 ആണ്. ഇത് എത്ര പശുവിനെ കറക്കാൻ പറ്റും? ഇതൊരു 4 പശുക്കളെ വരെ കറക്കാം. 3-4 പശുക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് പറ്റിയ കറ മെഷീൻ അല്ലെ? അപ്പൊ ഇതിന് പൾസിലേറ്റർ വന്നാണല്ലേ? അതെ അതെ, പൾസിലേറ്റർ മോഡൽ മെഷീൻ ആണ് വരുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ഇനി 1-ാം തീയതി മുതൽ, ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ വാങ്ങിക്കാം അല്ലെ? അതെ ശരി. അപ്പൊ ഇത് വാങ്ങാൻ എവിടെയാ വരേണ്ടത്? നമ്മള് സ്ഥലം വരുന്നത് പാലക്കാട് ചന്ദ്രനഗർ കൂട്ടുവാതിയിലായിട്ടാണ്. നമ്മുടെ ഷോപ്പിന്റെ പേര് മെഷീൻ ട്രേഡേഴ്സ് ആണ്. ശരി. അപ്പൊ നമുക്ക് രണ്ടാമത് പരിചയപ്പെടുത്താനുള്ള മെഷീൻ ഏതാണ്? ഇതാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടതിനേക്കാളും ഒരു 100 LPM കൂടുതലായിട്ട് വരുന്നുണ്ട്. 100 LPM കൂടുതലാണ്. അതെ അതെ, ഇത് പറയുമ്പോൾ 200 LPM ആണ് കംപ്രസർ വരുന്നത്. 3/4 HP മോട്ടർ വരുന്നുണ്ട്. ഇതിന് ടാങ്ക് വരുന്നത് 12 ലിറ്ററിന്റെ വോക്കൺ ടാങ്ക് ആണ് വരുന്നത്. 12 ലിറ്ററിന്റെ വോക്കൺ ടാങ്ക്. ഇതിന്റെ ബക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റൈനിങ് സ്റ്റീലിന്റെ 25 ലിറ്ററിന്റെ ബക്കറ്റ് സെറ്റ് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒപ്പം കൊടുക്കുന്നത്. പൾസിലേറ്റർ മോഡൽ അല്ലേ? പൾസിലേറ്റർ മോഡലാണ്. ശരി. ഇതിന്റെ റേറ്റ് എങ്ങനെ വന്നെ? ഇതിന്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് ടാക്സ് റേറ്റ് 20,000. ഓക്കെ, ഇൻക്ലൂഡിംഗ് ടാക്സ് റേറ്റ് വന്നത് 20,000 രൂപയിലാണ്. ഇത് എത്ര പശുവിനെ കറക്കാം? ഇതൊരു 1 തൊട്ട് 6-7 പശുക്കളെ വരെ നമുക്ക് കറക്കാം. ഓക്കെ, 1 തൊട്ട് 7 പശുക്കൾ വരെ ഉള്ളവർക്ക് പറ്റിയ ഒരു കറ മെഷീനാണ് ഈ കാണുന്നത്. 20,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പൾസിലേറ്റർ മോഡലാണ്. പിന്നെ വരുന്നത് 3/4 HP ആണ്. ഇതിന് വാക്യൂം ടാങ്ക് വരുന്നത് 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാക്യൂം ടാങ്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കാണുന്നത് കുറച്ചുകൂടി ഹെവി മെഷീനാണല്ലോ. ഇതെന്താ സംഭവം? ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഒരു 50 LPM കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ഇത് എത്ര LPM? ഇത് മൊത്തമായിട്ട് 250 LPM വരുന്നുണ്ട്. ഓക്കെ, 250 LPM ആകുമ്പോൾ എത്ര HP വരുന്നത്? ഇത് 3/4 HP ആണ്. നമുക്ക് ഇൻവെർട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ സെറ്റ് ചെയ്തിരിക്കും. അതായത് ഇപ്പൊ കറണ്ട് പോയാലും നമുക്ക് ഇൻവെർട്ടറിലൊക്കെ യൂസ്. അപ്പൊ ഈ ഒരു വാക്യൂം ടാങ്ക് സെയിം തന്നെയാണ്? നമുക്ക് 12 ലിറ്റർ കപ്പാസിറ്റി വരുന്ന വോക്കൺ ടാങ്ക് തന്നെയാണ്. ശരി. അപ്പൊ നമുക്ക് ഈ ഒരു മെഷീന്റെ റേറ്റ് എങ്ങനെയാ വന്നെ? ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് ടാക്സ് റേറ്റ് 24,700 വരുന്നുണ്ട്. ഓക്കെ, 24,700 നമുക്ക് എത്ര പശുക്കളെ കറക്കാൻ സാധിക്കും? ഇതൊരു 1 തൊട്ട് 12 പശുക്കളെ വരെ കറക്കാം. അപ്പൊ കുറച്ചു മുമ്പ് 7 പശു വരെ ആയിരുന്നെങ്കിൽ ഇത് 12 പശു വരെ കറക്കാൻ സാധിക്കുന്ന, അതായത് 10-ലധികം പശുക്കൾ ഉള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ അല്ലേ? അപ്പൊ ഇത്ര സമയം നമ്മൾ കാണാത്ത ഒരു മീറ്റർ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, സംഭവം ഇതൊരു വോക്കൺ കേജ് ആണ്. നമുക്ക് പ്രഷർ അറിയാൻ പറ്റുന്ന ഒരു മീറ്റർ ആണ് വരുന്നത്. നമുക്ക് ബക്കറ്റിൽ നിന്നും മോട്ടറിലേക്ക് എത്ര പ്രഷർ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ടാൽ അറിയാൻ പറ്റും. ശരി ശരി. നമ്മുടെ ഈ ഒരു വാക്യൂം ടാങ്കിന്റെ ഉപയോഗം ശരിക്കും എന്താന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നമുക്ക് ഈ വോക്കൺ ടാങ്ക് കൊടുക്കുന്നത് നമുക്ക് മെഷീന് ലൈഫ് കിട്ടാനാണ്. അതായത് ആ ഒരു പാലിന്റെ വേർപ്പിന്റെ ആവശ്യം ഡയറക്റ്റ് ആയിട്ട് മോട്ടറിലേക്ക് കയറാതിരിക്കാൻ നമുക്ക് ഇത് കൊടുക്കും. ഓ, അങ്ങനെയാണല്ലേ? ഇതെന്നാകുമ്പോൾ നമുക്ക് ഇതിന്റെ അടിയിൽ ഒരു നട്ട് വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് അത് സ്ക്രൂ ഒന്ന് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ പാലിന്റെ വേർപ്പിന്റെ അംശം ഉണ്ടെങ്കിൽ പുറത്ത് വെക്കോളും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മോട്ടറിലേക്ക് വേസ്റ്റ് കയറില്ല. ഈ വോക്കൺ ടാങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറുന്നുള്ളൂ. ശരി. അപ്പൊ ഇതിന് ഗ്യാരണ്ടിയോ വാറണ്ടിയോ അത് എങ്ങനെയാണ്? നമുക്ക് ഇതിന് കൊടുക്കുന്നത് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഈ മോട്ടോർ സെറ്റിന് കൊടുക്കുന്നത്. അപ്പൊ ഈ കാണുന്ന മോട്ടോർ സെറ്റിന് മാത്രം 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിലും വലിയ മെഷീനുകൾ വേറെ ഉണ്ടോ? ഓ ഉണ്ട്. നമുക്കൊരു 100 പശുക്കളെ വരെ കറക്കാൻ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. 100 പശുവിനെ വരെ കറക്കാം. ഇത് വലിയ ഫാമുകൾക്ക് പറ്റും. അതെ അതെ, ഫാമുകൾക്ക് പറ്റുന്നതൊക്കെ ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈമിൽ 5 ബക്കറ്റ് വെച്ച് കറക്കാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ആവുമ്പോൾ നമുക്ക് 1,10,000 വരും. 1,10,000 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഡബിൾ ബക്കറ്റിനെ പറ്റിയ മെഷീൻ ഉണ്ടോ? ഡബിൾ ബക്കറ്റിന് പറ്റിയത് വരുന്നുണ്ട്. നമുക്ക് ബെൽ ഡ്രൈവ് മോഡൽ വരും. മീൻസ് അതായത് മോട്ടർ തനിച്ച് കംപ്രസർ തനിച്ചായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ബക്കറ്റ് എടുക്കുമ്പോൾ 54,500 വരും. മെഷീന്റെ റേറ്റ് എന്ന് പറയാൻ 43,000 വരും. ഒരു ബക്കറ്റും കൂടെ എക്സ്ട്രാ എടുക്കുമ്പോൾ 54,500 വരും. ഇൻക്ലൂഡിംഗ് ടാക്സ് റേറ്റ് ആണ്. നിങ്ങളുടെ സർവീസും കൈകളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഓൾ കേരള സർവീസ് ഉണ്ട്. മീൻസ് അതായത് പാർട്സ് സർവീസോ അങ്ങനെ? അതെ, പാർട്സ് ആയാലും മെഷീൻസ് സർവീസ് ആയാലും നമുക്ക് ഓൾ കേരള സർവീസ് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് കൊറിയർ ആയിട്ട് എത്തിച്ചു തരുവാണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്ത് തരും. അതല്ല റൂട്ടിലേക്കാണെങ്കിലും നമ്മൾ അവിടെ വന്ന് സർവീസ് ചെയ്ത് തരും. നമ്മുടെ മെഷീൻസിന് മാത്രമാണ് ഈ പറഞ്ഞ സർവീസ് ഉള്ളത് അല്ലേ? അതെ അതെ, നമ്മുടെ മെഷീന് സർവീസ് ആണെങ്കിൽ നമ്മൾ റൂട്ടിലേക്ക് പോയി ചെയ്ത് കൊടുക്കും. അതല്ല വേറെ കമ്പനികളുടെ മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്തിച്ച് തന്നാൽ സർവീസ് ചെയ്തിട്ട് റിട്ടേൺ കൊറിയർ ആയിട്ട് തന്നെ നമ്മൾ അയച്ചു തരും. അപ്പൊ ഈ കാണുന്ന മെഷീൻസ് വാങ്ങാൻ ഇവിടെ ഡയറക്റ്റ് വരണമെന്നുണ്ടോ? ഇല്ല, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ കൊറിയർ സർവീസ് ആയിട്ട് അയച്ചു തരും. അപ്പൊ ഈ 16,500 എന്ത് ഗ്യാരണ്ടി ഉള്ളത്? നമുക്ക് 1 ഇയർ സർവീസ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. സർവീസ് വാറണ്ടി എന്ന് പറയുമ്പോൾ അതായത് റീപ്ലേസ്മെന്റ് അല്ല? അല്ല, നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സർവീസ് ചെയ്ത് നമുക്ക് ഈ മിൽക്കി മെഷീന്റെ സ്പെയർ ഒക്കെ എങ്ങനെ ഇവിടെ കിട്ടും? കിട്ടും.
നമ്മുടെ കമ്പനിയുടെ ആയാലും ശരി, പുറമേ നിന്ന് എടുക്കുന്ന കമ്പനികളുടെ പാർട്സ് ആയാലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരും. ഈ കാണുന്ന ഹാൻഡ് പമ്പ് ഇത് എന്തിനുള്ളത്? ഇത് നമുക്ക് ഈ 1-2 പശുക്കളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ഹാൻഡ് പമ്പ് യൂസ് ചെയ്യാം. ഓ അങ്ങനെയാണോ? അതെ. ഓക്കെ. അപ്പൊ ഈ കാണുന്ന ഹാൻഡ് പമ്പ് ഞാൻ ചില തൊഴുത്തുകളിൽ മാത്രമേ കണ്ടുള്ളൂ. 1-2 പശുക്കൾ മാത്രമുള്ളവർക്ക് വേണ്ടി അവർക്കാണ് നമുക്ക് ഈ ഹാൻഡ് പമ്പ് മോഡൽ വരുന്നത്. ഈ ഹാൻഡ് പമ്പിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതേതാ ബക്കറ്റ് വരുന്നത് ഇതാണ്. ഓ ആ കാണുന്ന മേളിൽ കാണുന്ന ബക്കറ്റ് അല്ലേ? ശരി. അപ്പോൾ 1-2 പശുക്കളൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഈ ഹാൻഡ് പമ്പ് ആവശ്യമുള്ളവരും ഈ ഒരു മെഷീൻ ട്രേഡേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും അല്ലേ? ഇത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. നമുക്ക് ഫാമിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫീഡിംഗ് ബോട്ടിൽ വരുന്നുണ്ട്. ഓക്കെ. ഇത് 2.5 ലിറ്ററിന്റെ ആണ് വരുന്നത്. നമുക്ക് 2 ലിറ്ററിന്റെ വരുന്നുണ്ട്. ശരി. അതേപോലെ 1/2 ലിറ്ററിന്റെയും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. 2.5, 1/2 പിന്നെ 2 ലിറ്റർ അല്ലേ? അതെ. അപ്പൊ ഈ കാണുന്നത് ഓട്ടോമാറ്റിക് ഡ്രിങ്ക് സിസ്റ്റം അല്ലേ? അതെ. ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ ആണ്. നമുക്ക് പൈപ്പ് ലൈൻ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെയാണ്. കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. നല്ല രീതിക്ക് ലൈഫ് ചെയ്യുന്നതാണ്. ആണല്ലേ? ശരി. പശു തട്ടിയാടുന്നു അങ്ങനെയൊന്നും പൊട്ടത്തില്ല. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ശരി ശരി. ഇത് സ്റ്റീലിന്റെ അല്ലേ? ഇത് സ്റ്റീലിന്റെ ആണ് വരുന്നത്. ഇത് വാട്ടർ ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. വാട്ടർ ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1650 വരുന്നുണ്ട് 1 പീസിന്. ഓക്കെ. അതായത് നമ്മൾ സ്റ്റീലിന്റെ നോക്കുവാണെങ്കിൽ ഒരെണ്ണം 600 വരും ഒരു പീസിന്. സ്റ്റീലിന്റെ 600 രൂപ. 600 വരും.